സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? ഇതൊരു ചെറിയ ഹോൾ വീഡിയോ ആണ്. ഞാൻ അധികം സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഇത് നമ്മുടെ ഒരു പ്രാക്ടീസ് മാറ്റാണ്. ഞാൻ ഓർത്ത് ഇപ്പോഴേ മേടിച്ച് വെക്കാം. സോ ദാറ്റ് ഇഫ് സംബഡി വാണ്ട്സ് ടു ലേൺ നമുക്കിത് ചെയ്യാമല്ലോ. ഞാൻ വിചാരിച്ചതിലും സ്മോൾ സൈസാണ്. ഞാൻ കുറച്ചുകൂടി വലുതാണ് വിചാരിച്ചത്. കൊള്ളാല്ലേ? ഇത് എനിക്ക് ഫ്രഞ്ച് ടിപ്സ് ചെയ്യുമ്പോൾ സ്മൈൽ ലൈൻ കാണുന്ന ഇഷ്ടമില്ല. അപ്പോൾ സ്മൈൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കാണുന്ന സാധനമാണ്, അല്ലെങ്കിൽ നെയിലടിയിലൂടെ കാണുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം അതിനൊരു ഓംബ്രെ എഫക്റ്റ് കൊടുക്കാനായിട്ട് മേടിച്ച സാധനമാണ് ഇത്. ഇത് ഒത്തിരി അത്യാവശ്യമില്ലാന്നും പറഞ്ഞ് ആദ്യം തൊട്ടേ മാറ്റി മാറ്റി വെച്ച ഒരു ഐറ്റമാണ് ഈ സാധനം. നല്ല ക്യൂട്ടല്ലേ? നമുക്കിങ്ങനെ നെയിൽ ഡസ്റ്റൊക്കെ ഇങ്ങനെ ബ്രഷ് ഓഫ് ചെയ്യാനായിട്ടുള്ള സാധനമാണ്. കൊള്ളാല്ലേ? ഇത് സെൽഫ് സീലിംഗ് സ്റ്റെറിലൈസേഷൻ പൗച്ച് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ സാനിറ്റൈസ് ചെയ്ത എക്വിപ്മെൻറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ നല്ലതാണ്. പക്ഷേ ഞാനിത് കുറച്ചുകൂടെ വലിയ സൈസാണ് പ്രതീക്ഷിച്ചത്. ദിസ് ഇസ് ടു സ്മോൾ. എനിക്ക് ബിറ്റ്സ് മാത്രമേ ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കിത് റിട്ടേൺ ചെയ്യാം. പക്ഷെ അതിവിടെ എടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. എനിക്കൊന്നും ഇതിലൊരു 50 എണ്ണോ മറ്റോ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. ഇതെന്താണെന്ന് എനിക്കറിയാം. ഇത് എനിക്കുള്ള സാധനമല്ല, ഇത് ക്രിസിനുള്ള സാധനമാണ്. പക്ഷെ എനിക്കുള്ള സാധനമുണ്ട്. എന്നുവെച്ചാൽ ഇതൊക്കെ ക്രിസിൻ്റെ ഐറ്റമാണ്. എനിക്കിപ്പോൾ ലൈക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇത് കൊള്ളാം. എന്നുവെച്ചാൽ what do you call it, സ്ലീക്ക് ബണ്ണൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യാൻ ഇത് നല്ലതാണ്. ഓൾസോ ഈ സാധനം, ഇത് ഈ ഐറ്റം ഉണ്ടല്ലോ, ഇതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാര്യം എനിക്ക് വേറെ ഒന്നും വെച്ചിട്ട്, ഒരു ചീപ്പൊന്നും വെച്ചിട്ട്, ഈ എൻ്റൊന്നും വെച്ചിട്ട് എനിക്ക് എൻ്റെ മുടി പകുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ എൻ്റെ ആയിരിക്കും യൂസ് ചെയ്യാം. സോ ദാറ്റ്സ് ബാക്കി 2 ഡ്രസ്സിൻ്റെ സാധനങ്ങളാണ്. ഓക്കെ. ഓ യെസ്, ഇത് വളരെ അത്യാവശ്യമായി എനിക്ക് വേണ്ട ഒരു സാധനമാണ്. എൻ്റെ പോസ്റ്റർ കറക്റ്റ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നെയിൽസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുനിഞ്ഞിരുന്നല്ലേ പണിയെടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചത്. എനിക്ക് എങ്ങനെയാണ് പരിപാടി എനിക്ക് വലിയ പിടിയില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആയിരിക്കണം. അതെങ്ങനെ ആയിരിക്കണം. പക്ഷെ ഞാൻ ബ്ലാക്ക് ആയിട്ട് ഓർഡർ ചെയ്ത. ഐ ഡോണ്ട് നോ വൈ ദേ ഗേവ് മീ പിങ്ക്. എനിവേ ഇറ്റ്സ് ഓക്കെ. ഓ യെസ്, ഇത് കുറച്ച് നെയിൽ ബ്രഷസ് ആണ്. പല ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് ആക്ച്വലി 1-2 മാത്രമേ ആവശ്യം വരുള്ളൂ. ഇത് ബേസിക്കലി നമ്മൾ നെയിൽ പെയിൻറ് ചെയ്യുമ്പോൾ ഉള്ളിലേക്കൊക്കെ പെയിൻറ് ചെയ്യാനായിട്ട്, ഇപ്പം നെയിലിൻ്റെ ബ്രഷ് വർക്കിംഗ് അല്ല, ഇപ്പം നെയിൽ ബ്രഷ് ഇല്ലാത്ത ചില പെയിൻറ്റുകളുണ്ടല്ലോ, കാറ്റ് ഐ പോളിഷും ഒക്കെ, അതിലൊക്കെ സ്മൂത്തായിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷസ് ഇതെല്ലാം. എല്ലാം ഏകദേശം ഒരേ സൈസ് തന്നെയാണ്. 1-2 ചെറുതുണ്ട്, 1 വലുതും ഉണ്ട്. ബട്ട് അറ്റ് എ ടൈം എനിക്ക് 1 ആവശ്യം വരുള്ളൂ. സോ മോസ്റ്റ്ലി എല്ലാം ഇങ്ങനെ ബാക്കപ്പ് പോലെ വെക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ കൊള്ളാമല്ലേ? ഇതിൻ്റെ സ്പാർക്കിൾസ് ആണ്. എനിക്ക് ഗോൾഡ് തീമിൽ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ മൊത്തത്തിൽ ഗോൾഡ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു.
ഈ ടീമിൽ ചിലപ്പോൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ഞാൻ സ്റ്റാമ്പിങ്ങിനുള്ള സ്റ്റാമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്റ്റാമ്പ് ചെയ്യാനുള്ള പ്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് സ്റ്റാമ്പ് ചെയ്യാനുള്ള പ്ലേറ്റ്സ് ആണ്. ഇതും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഇതുവരെ അത് എക്സ്പെരിമെൻ്റ് ചെയ്തു പോലും നോക്കിയിട്ടില്ല. ഇനിയും വേണം ഒന്ന് ട്രൈ ചെയ്യാൻ. മൂന്നെണ്ണം ഉണ്ട്, പല ഡിസൈൻസ്. ഈ മുകളിലത്തെ ബ്ലൂ സാധനം എടുത്ത് നമുക്കിങ്ങനെ കളയാൻ പറ്റും. നമ്മൾ എന്നിട്ട് പെയിൻറ്റ് ഇവിടെ ആക്കിയിട്ട് മറ്റേ സിലിക്കോൺ സ്റ്റാമ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലേക്കാവും. നമുക്ക് എന്നിട്ട് അത് നേരെ നെയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നല്ല രസമുള്ള സ്റ്റാമ്പ്സ് അല്ലേ? ഞാൻ ഊരി കാണിക്കാം അല്ലേ. നമുക്ക് റോസസ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. നമ്മുടെ പണി കുറച്ച് കുറയാൻ ചാൻസ് ഉള്ള സാധനമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുറച്ച് അത്ര സിമ്പിൾ പരിപാടിയല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പല ടൈപ്പ് ഫ്ലവേഴ്സാണ്. നഖം വളർത്തി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് മര്യാദയ്ക്ക് എടുക്കണമെങ്കിൽ എന്ത് പാടാ, കിട്ടുന്നില്ലല്ലോ. മൂന്നെണ്ണം, 3 നെയിൽ പ്ലേറ്റ്സ്, സ്റ്റാമ്പിംഗ് പ്ലേറ്റ്സ്. ഭയങ്കര അലമ്പായിട്ടല്ലേ ഓപ്പൺ ചെയ്യാൻ, തീരെ എസ്തെറ്റിക് അല്ല. പക്ഷെ ഇറ്റ്സ് ഓക്കെ, അടുത്ത തവണ നമുക്ക് പിടിക്കാം. എനിക്ക് ഇതെൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ച കുറച്ച് നോസ് റിങ്സ് ആണ്. എനിക്ക് നോസ് റിങ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഞാൻ പിയേഴ്സ് ചെയ്തിട്ട് പക്ഷെ എനിക്കതങ്ങോട്ട് അതിൻ്റെ ഉപയോഗം അത്ര ഇഷ്ടമായില്ല. എന്നുവെച്ചാൽ മൂക്കും തുറയ്ക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർത്തു ഇനിയിപ്പോൾ ഇങ്ങനെ പിയേഴ്സ് ചെയ്യണമെന്നുള്ള ആഗ്രഹം വരുമ്പോൾ ഇത് അങ്ങോട്ട് എടുത്ത് ഇടുക, എന്നിട്ട് അങ്ങോട്ട് സമാധാനിക്കുക. അയ്യോ, ഇതിട്ടിട്ടുള്ള വീഡിയോയും പിന്നെ കാണിക്കുന്നതായിരിക്കും. 3 എണ്ണം ഉണ്ട്, സെപ്റ്റംബർ റിംഗ് ഉണ്ട്, പിന്നെ 2 എണ്ണം സൈഡിലിടാനായിട്ടുള്ളതുണ്ട്. പിന്നെ ഡോട്ടിങ് ടൂൾ ഉണ്ട്. ഞാൻ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഇത് കുറച്ചുകൂടി നമുക്ക് പരിപാടി ഫാസ്റ്റർ ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. കാര്യം ഡോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ പെയിൻറ്റ് ബ്രഷിലാക്കി കറക്റ്റ് ഡോട്ടാക്കുന്നതിന് പകരം മുക്കി ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിയുമല്ലോ. അപ്പം ഇതൊക്കെ അപ്ഗ്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് മേടിക്കുന്ന സാധനങ്ങളാട്ടോ. ഇതൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല ഇപ്പം മേടിക്കുന്ന ഒന്നും. പിന്നെ ഞാനൊരു ഫോൺ കേസ് മേടിച്ചു. എൻ്റെ ഫോൺ കേസ് ഇപ്പം 3 വർഷം ആവുന്നു മേടിച്ചിട്ട്. അതാകെ മൊത്തം കീറി പറഞ്ഞൊരു അവസ്ഥയായിരിക്കുക. അപ്പം ഞാൻ കസ്റ്റമൈസ് ചെയ്തൊരു ഫോൺ കേസ് മേടിച്ചതാ. ടേക്ക് എ ഷിൽഫിൽ എന്നാണ്. എൻ്റെ പേര് ശില്പ സുസിൻ ഫിലിപ്പാണല്ലോ. അതിൽ ഷില്ലും ഫില്ലും കൂടെ ചേർത്തിട്ട് ടേക്ക് എ ഷിൽഫിൽ എന്നാക്കിയതാണ്. You get the joke? Take a chilpin പോലെ. അയ്യേ, ഇത് കൊള്ളില്ല കേട്ടോ. ഇതല്ല ഞാൻ മേടിച്ച സാധനം. ഇത് രസമില്ല. ഇത് കണ്ടോ? ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? ഓർഡർ ചെയ്ത സാധനം ഫുൾ ഗോൾഡൻ വൈറ്റ് ആയിരുന്നു. ഇതൊരുമാതിരി പിങ്കും ബ്ലൂ ഒക്കെ. ഇത് ഞാൻ റിട്ടേൺ ചെയ്യും. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. ബാക്കിയൊക്കെ ഞാൻ സഹിക്കും. ഇതെനിക്ക് ഇഷ്ടമായില്ല. പിങ്ക് ഒക്കെ ഗൈസ്, വാട്ട് ഇസ് ദിസ്? ഐ ഡോണ്ട് നോ. അപ്പോൾ അത് ഞാൻ റിട്ടേൺ ചെയ്യും. പിന്നെ എൻ്റെ ബീഡ്സ് കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യണം എന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്ന റൈൻ സ്റ്റോൺസ് ആണ്. അത്യാവശ്യം വലിയ സ്റ്റോൺസ് ആണ് ഈ സൈഡിൽ വരുന്നത്. എനിക്ക് ഗോൾഡൻ സ്റ്റോൺസ് മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ വിട്ടുപോയി. എനിക്ക് ബീഡ്സ് സ്റ്റോൺസ് അല്ല കേട്ടോ, ബീഡ്സ്. ഇത് സ്റ്റോൺസ് ആണ്. എനിക്ക് ബീഡ്സിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് സിൽവർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പക്ഷേ ഗോൾഡ് ഇല്ല. ഗോൾഡാണ് പക്ഷേ മോസ്റ്റ്ലി എല്ലാവർക്കും വേണ്ട. സെറ്റ് ഇത് കഴിഞ്ഞു. ഇനിയും ഒരു സ്റ്റാമ്പിംഗ് പ്ലേറ്റും കൂടെ ഉണ്ട്.
അത് ഐ തിങ്ക് ആനിമൽ പ്രിൻ്റ് ഉള്ള സ്റ്റാമ്പിങ് പ്ലേറ്റ്സ് ആണ്. അതെ, ആനിമൽ പ്രിൻറ്റിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും പാറ്റേൺസോ പ്രിൻ്റോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള നമ്മൾ എന്താ ദിസ് തിങ് ബ്രഷ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന അത്രയും സമയം ഇത് വെച്ച് ചെയ്യുന്നതിന് എടുക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇല്ലേ ലോങ് പോസസ് എടുക്കും എന്നെനിക്ക് വീഡിയോസ് ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ആസ് ഓഫ് നൗ ഐ തിങ്ക് വോയിസ് ഓവറാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതാകുമ്പോൾ വീഡിയോ പീസ്ഫുള്ളായിട്ട് എടുക്കുക, അത് കഴിയുമ്പോൾ വോയിസ് സമാധാനത്തിലല്ല ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നോക്കിയിരുന്ന് സംസാരിക്കണം ക്യാമറയിൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ ഡിസ്ട്രാക്ട് ആവാറുണ്ട്. കൊള്ളല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ആയിരുന്നു. ഷടപ്പടിയെന്ന് തീർന്നു. അധികമൊന്നും ഉണ്ടായിരുന്നില്ല.